വെൽക്കം ബാക്ക് ടു ലേണേഴ്സ് കോർണർ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 2ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 6ാമത്തെ യൂണിറ്റിൽ നിന്നുള്ള ഒരു കുഞ്ഞു കവിതയാണ്, ഒരു പോയം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഓവർ ഇൻ ദ മിഡോ. മെഡോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പുൽമേട് അല്ലേ? നമുക്ക് ഈ ഒരു പിക്ചറിൽ കാണാം, ബാക്ക്ഗ്രൗണ്ടിൽ അല്ലേ, ഒരുപാട് പുല്ലൊക്കെ നിറഞ്ഞ് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന സ്ഥലം. അതാണ് മെഡോ എന്ന് പറയുന്നത്, പുൽമേട്. ഓക്കെ, ഓവർ ഇൻ ദ മെഡോ ഇൻ എ ഹോൾ ഇൻ എ ട്രീ. അപ്പോൾ ഒരു പുൽമേട്ടിൽ ഇൻ എ ഹോൾ ഇൻ എ ട്രീ, ഒരു മരം, ആ മരത്തിൽ ഒരു ഹോളുണ്ട്, ഒരു പൊത്തുണ്ട്, അല്ലെങ്കിൽ ഒരു തുള, ഒരു പൊത്തുണ്ട്. ലീവ്ഡ് ആൻ ഓൾഡ് മദർ ഓൾ. ഓൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂങ്ങേനെയാണ് നമ്മൾ ഓൾ എന്ന് പറയാം. അപ്പോൾ അവിടെ ആരാണ് ജീവിക്കുന്നത്? ആ ഒരു ഹോളിനകത്ത് ഒരു മദർ ഓളാണ്, ഒരു അമ്മ മൂങ്ങ. ഓക്കെ, അത് ഒരു ട്രീൻ്റെ ഹോളിനകത്ത് ജീവിക്കുന്നുണ്ട്. പിന്നെയോ ആൻഡ് ഹെർ ലിറ്റിൽ ഓൾസ് 3. ആ ഒരു അമ്മമൂങ്ങ മാത്രമല്ല, അവളുടെ ഹെർ ലിറ്റിൽ ഓൾസ് 3, 3 മൂങ്ങ കുഞ്ഞുങ്ങളും അവളുടെ കൂടെ ആ ഒരു ഹോളിനകത്ത് ജീവിക്കുന്നുണ്ട് എന്ന് പറയാണ്. ടു ഹൂ സെഡ് ദ മദർ, ടു ഹൂ സെഡ് ദ 3. അപ്പോൾ അമ്മ മൂങ്ങ പറയാണ് ടു ഹൂ, അത് അവരുടെ ശബ്ദമാണ് കേട്ടോ. അപ്പോൾ ടു ഹൂ സെഡ് ദ 3. അപ്പോൾ 3 മൂങ്ങ കുഞ്ഞുങ്ങളും എന്ത് പറഞ്ഞു? ടു ഹൂ എന്ന് ശബ്ദമുണ്ടാക്കി. ഇത് മൂങ്ങയുടെ ശബ്ദമാണ് കേട്ടോ പറയുന്നത്. സോ ദേ ടു ഹൂഡ് ഓൾ ഡേ. എന്താണ്? അവരെല്ലാ സമയവും ഈ ടു ഹൂ എന്നുള്ള ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു എന്നാണ് പറയുന്നത്. ഇൻ എ ഹോൾ ഇൻ എ ട്രീ. അപ്പോൾ ഒരു മരത്തിൻ്റെ ഹോളിൽ ഇരുന്നു കൊണ്ട് ഈ മൂങ്ങ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യാണ്? ആ ഒരു ടുഹു എന്നുള്ള അവരുടെ ശബ്ദം അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു എന്ന് പറയാണ്. സോ ഇത്രയാണ് ഈ ഒരു പോയം ഉള്ളത്. ഇത് എഡ്ന ഹാമിൽട്ടൺ ആണ് എഴുതിയിട്ടുള്ളത് കേട്ടോ. സോ ഈ ഒരു പോയം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.